നമസ്കാരം. മുതുവേലിപ്പാപ്പൻ്റെ മകൾ പെറ്റ റോസിലിക്ക് മുതുവൻകുളങ്ങര എന്നൊരു മണവാളച്ചക്കൻ വന്നേയെന്ന് കവി അയ്യപ്പ പണിക്കർ പാടിയിട്ടുണ്ട്. അതുപോലെയാണ് നിലമ്പൂരുകാർക്കൊരു മണവാളൻ വന്നേയെന്ന മട്ടിൽ എം സ്വരാജിൻ്റെ വരവ് ചില മാധ്യമങ്ങളും CPM-കാരും ആഘോഷിക്കുന്നത്. മാങ്കൂട്ടം OLX-ൽ പരസ്യം കൊടുത്തിട്ടും നിലമ്പൂർ പുഴയിൽ വീശുവല എറിഞ്ഞിട്ടും കിട്ടാതെ പോയ മുതലിനെയാണ് കരയ്ക്ക് നിന്ന് തന്നെ കണ്ടുകിട്ടിയത്. ഓരോ കോൺഗ്രസ്സുകാരൻ്റെ വീടും കയറി പരിശോധിച്ച ഗോവിന്ദൻ മാഷ് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുമോ എന്ന് അറിയാൻ ജുമാ നിസ്കാരം കഴിഞ്ഞ് വരുന്നവരെ നോക്കി പള്ളിക്ക് മുമ്പിൽ മറഞ്ഞു നിന്നു. സകല ആശുപത്രികളിലെയും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഡോക്ടർമാരെ ആലോചിച്ചു. ഒടുവിലതാ കുരുതിക്കുഴിഞ്ഞ കോഴിയെപ്പോലെ ഒരു ഉജ്ജ്വലനായ സ്ഥാനാർത്ഥിയെ നമുക്ക് കിട്ടിയിരിക്കുന്നു. ശക്തരിൽ ശക്തൻ, എതിരാളിക്കൊരു പോരാളി എന്നൊക്കെയാണ് മാതൃഭൂമി ചാനലും റിപ്പോർട്ടറും മൗദൂദി ചാനലുകാരുമൊക്കെ കൂവി വിളിച്ചത്. അത് കേട്ടപ്പോൾ പഴയ കഥയിലെ ഡിങ്കനെയാണ് ഓർമ്മ വരുന്നത്. ഈ ശക്തൻ തന്നെയല്ലേ സഖാക്കളെ തൃപ്പൂണിത്തറയിൽ തോറ്റതും കോടതിയിൽ പിന്നെയും തോറ്റതും? ഒന്നുകൂടി തോറ്റാൽ 5 വർഷത്തിനിടയിൽ 3 തവണ തോറ്റു എന്ന ഖ്യാതി നേടാം. ജയിച്ചാൽ സ്വരാജ് ഒരു ആൺകുട്ടിയാണെന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. വെറുതെയാണോ പാകിസ്ഥാനുമായി സമാധാനം വേണമെന്ന് സ്വരാജ് പറഞ്ഞത്? കള്ളൻ. എല്ലാം ആലോചിച്ചുറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഹമാസിനും പലസ്തീനും ഗാസയ്ക്കും വേണ്ടി വാദിക്കുന്ന സ്വരാജിനെ തീവ്ര മതചിന്തയുള്ളവർ കൈവിടില്ല. മനസ്സിലാകാത്തത്, നിലമ്പൂരെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് കേട്ട കാലം മുതൽ ഒരുമാതിരിപ്പെട്ട മാധ്യമങ്ങളെല്ലാം സ്വരാജിനെ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥിക്കുള്ള തെരച്ചിൽ ഊർജിതമാക്കുന്നതിനിടയിലും ഗോവിന്ദനോട് മാധ്യമങ്ങൾ ചോദിച്ചു, സ്വരാജ് ആകുമോ സ്ഥാനാർത്ഥിയെന്ന്. അതിനെയൊക്കെ പുച്ഛത്തോടെ അങ്ങ് തള്ളുകയായിരുന്നു ഗോവിന്ദൻ. മനോരമയും മറുനാടനും ഒരാഴ്ച മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ന് മനോരമയും മറുനാടനും പറയുന്നത് നാളെ മാർക്സിസ്റ്റുകാർ അനുകരിക്കുമെന്ന പോലെയായി കാര്യങ്ങൾ. CPM-ൻ്റെ വർഗീയ പരീക്ഷണങ്ങൾക്ക് നിന്നുകൊടുക്കാൻ അന്തസ്സുള്ള ഒരാളും തയ്യാറായില്ല. അതോടെയാണ് വിത്തിനിട്ടതെടുത്ത് ചമ്മന്തിയാക്കാൻ പാർട്ടി തീരുമാനിച്ചത്. ഇതുക്കും മേലെ വെക്കാൻ മറ്റൊന്നില്ല എന്നാണ് പാർട്ടി കരുതുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ഒരു തവണ ജയിച്ച സ്വരാജ് അടുത്ത തെരഞ്ഞെടുപ്പ് തുന്നം പാടി. പിണറായി തരംഗത്തിൽ സകല കുറ്റിച്ചൂലുകളും വന്ന് ജയിച്ചിട്ടും സ്വരാജ് തോറ്റുപോയി. ആ തോൽവി സമ്മതിച്ചു കൊടുക്കാതെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഹർജിയുമായി കോടതിയിൽ പോയി. കുറേ കഴിഞ്ഞപ്പോൾ അവിടെയും തോറ്റു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ 2 തോൽവി. ഇനി അഥവാ നിലമ്പൂരിൽ തോറ്റാൽ കോടതികളുടെ സമയം കളയാനായി വെറുതെ കേസും കൊണ്ട് പോകരുത്. സ്വരാജ് നിന്നത് ഒരർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ഗുണമായി. ദേശാഭിമാനിയിൽ ജോലി ഉള്ളതിനാൽ 80,000 രൂപ ശമ്പളവും പുതിയ ഇന്നോവ ക്രിസ്റ്റയും ഒന്നും വാങ്ങി നൽകേണ്ടി വരില്ല. നിലമ്പൂരിലെ CPM-ൻ്റെ ആഹ്ലാദ പ്രകടനം കണ്ടാൽ തന്നെ രോമാഞ്ചം വരും. നിൽക്കുമ്പോൾ തന്നെ ജയിക്കാനും വോട്ട് എണ്ണും മുമ്പ് തന്നെ തോക്കാനുമാണ് നിയോഗമെങ്കിലും ഒടുക്കത്തെ ആത്മവിശ്വാസമാണ് ഓരോ ഉപതെരഞ്ഞെടുപ്പിലും ഈ പാർട്ടിക്കുള്ളത്. അക്ഷരസ്ഫുടതയോടെ വിഡ്ഢിത്തം മാത്രം പറയാനുള്ള കഴിവാണ് എം സ്വരാജിനെ മറ്റുള്ള സഖാക്കളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. പിണറായി വിജയൻ തന്നെപ്പറ്റിയുള്ള ഡോക്യുമെൻ്ററിയിൽ അമ്മയുടെ പേര് തെറ്റിച്ചതിനാണ് പരാതി പറഞ്ഞതെങ്കിൽ എം സ്വരാജ് ഒരിക്കൽ അഡ്വക്കേറ്റ് ജയശങ്കറിനെ ചീത്ത വിളിച്ചത് സ്വരാജ് മുരളീധരൻ നായരെന്ന് അച്ഛൻ്റെ പേര് സഹിതം നീട്ടിപ്പറഞ്ഞതിനാണ്. VS-ൻ്റെ കാലിൽ തൊട്ടുതൊഴുത് അനുഗ്രഹം വാങ്ങിയാണ് ഈ സ്വരാജ് ആദ്യം നിയമസഭയിലെത്തിയത്. 2ാം തവണ മത്സരിച്ചപ്പോൾ കാല് പിടിക്കാൻ VS നീട്ടിക്കൊടുത്തില്ല. അതിൻ്റെ ഗുരുത്വം ഈ ചെറുപ്പക്കാരന് ഉണ്ടാവുകയും ചെയ്തു.